ഹലോ ഹലോ അലക്സ് അല്ലേ? ആ ഫോറസ്റ്റ് ഓഫീസിന്നാ. എന്നാ സാറേ നിങ്ങൾ ഇവിടം വരെ ഒന്ന് വരണം. എന്നാ കാര്യം? അതൊക്കെ വന്നിട്ട് പറയാം. ആ 50,000 ഉണ്ടല്ലോ. ആ ഉണ്ട്. ഫോറസ്റ്റ് ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ കാര്യം? എന്നാന്നറിയാൻ മേല. എന്നാ സാറേ എന്നാ കാര്യം? എടോ സാർ കൊണ്ടുപോവാ. എന്റെ ഈശോയെ എന്നതാ വെച്ചാൽ ഞാനീ കാണുന്നത്? എന്നാ പറ്റിയതാ? കാരച്ചിലും പിഴിച്ചിലൊക്കെ അവിടെ ആക്കട്ടെ. അളിയനും പെങ്ങളും കൂടി എന്താ ചെയ്തതെന്ന് അറിയാവോ? നിർത്തണ. എങ്ങോട്ടാ? അടിവാരത്തേക്ക് പോകുന്ന വഴി കല്യാണത്തിന് വരുന്നു ഫാമിലി ആയിട്ട്. എന്താ സാർ? കുറച്ച് ദിവസമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു. ഞാനോ? ഇല്ല സാർ. എന്താ അത്? എന്തായി കെട്ടില്? തുറന്ന് കാണിച്ചു കൊടുക്ക്. വന്നേ. 1.5 കിലോ കഞ്ചാവ്, 3 കിലോ മ്ലാവർച്ചി. എന്താ വകുപ്പ് എന്ന് വല്ല പിടിയുണ്ടോ? ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 51 ഷെഡ്യൂൾ 3 7 കൊല്ലം അകത്താവും. 1.5 കിലോ സെക്ഷൻ 20B1 10 കൊല്ലം. ഫാമിലി പാക്കേജാ. ടോട്ടൽ 17. കുടുംബസമേതം പോയി കിടക്കാം. പഠിച്ചവനെ, എനിക്കൊന്നും അറിയത്തില്ല അച്ചായ. ഞാൻ ഇങ്ങനെ കൂട്ടുകാരന്റെ കല്യാണം കൂടാൻ പോയതാ മാട്ടുകട്ടയില്. എന്റെ പൊന്ന് സാറേ, ആ പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. ഈ പരനാറി എന്നെ വേണേലും ചെയ്തു. നീ എന്നടാ നോക്കണേ? വിടാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചേ. എല്ലാരും വിട്ടേക്കാം. വലിയ ഉപകാരം. പക്ഷെ കുറച്ച് ചെലവുണ്ട്. ഓ, ഒരു 5 ലക്ഷം. ഇത് ഞങ്ങൾ കത്തിക്കും. നിങ്ങളിത് കൊണ്ടേ കറിയും വെക്കും. എന്തു പറയുന്നു? അയ്യോ സാറേ ചതിക്കരുത്. എന്റെ പെങ്ങളും കൊച്ചും വഴിയാധാരമായി പോവും. ഞാൻ വേണേ സാറിനെ കാല് പിടിക്കും. കാശ് തന്നിട്ട് വേണം കാലൊക്കെ പിടിച്ചോ. ഇല്ലടോ. സാറേ 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാ എവിടെ നിന്ന് എടുത്ത് തരാനാ സാറേ? എന്നെങ്കിലും ഒന്ന് കുറയ്ക്കും. അബ്ദൊക്കെ എന്നതായി പറയുന്നേ? ഞാനിത് എവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ട് കൊടുക്കാനാ? നീ വേണ്ടേ? എന്നാ ഒരു കാര്യം ചെയ്യും. 2.5 അതി കുറയത്തില്ല. ഇനി ഈ കാര്യത്തിൽ ഒരു വർത്താനവും ഇല്ല. വേണ്ട, നീ വന്നേ. ഇങ്ങ് വാ, നീ വാ. എടാ, ആ സംഘത്തിലെ കാശിരിപ്പില്ലേ, അതും ഇപ്പൊ പണയം വെച്ച് കിട്ടിയ കാശും കൂടെ എടുത്ത് നീ അയാൾക്ക് കൊണ്ടേ കൊടു. അല്ലെങ്കിൽ ഇത് പുലിപാലാവും. സംഗതി വേറെ കേസാ. നീ അത് കേൾക്ക്. ഇങ്ങതാ വാ. പറ്റിപ്പോയി. എന്നാ സാറേ, പറഞ്ഞത് മുഴുവനും ഉണ്ട്. എന്നാ ചെന്നാട്ടെ. വാ. ആ ഇതുകൂടി വെച്ചോ. നല്ല പച്ചക്കുരുമുളക് കൂട്ടി വരട്ടി അങ്ങ് എടുത്തോ. നീ എന്റെ കുടുംബം കുളന്തോണ്ടേ അടങ്ങത്തുള്ളൂ അല്ലേ? ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ പാടത്തും പറമ്പത്തും പണിയെടുത്തുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. അത് ഇതുങ്ങളെ ഓർത്തിട്ടാ. നീ ഒന്നും ഗുണം പിടിക്കത്തില്ലടാ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നേക്കുന്നു. എന്താടാ കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴപ്പം? അത്ര വലിയ ആദർശവാനാണെങ്കിൽ ഇച്ചായനത്തിന് ഇവിടെ കൈക്കൂലി കൊടുത്തത്. നീ ഇങ്ങോട്ട് വാ. അവനുള്ളത് പടച്ചോൻ കൊടുത്തോണ്ട്. വർത്താനം കേട്ടു. നീ ഇങ്ങോട്ട് വാ. മനുഷ്യനോട്ട് നടക്കാനാണ്. മോൾ കയറി. എന്താടാ പറഞ്ഞ നിന്റെ മറ്റോട് നിയമത്തെ കുറിച്ച് പാർട്ടി ഓഫീസിൽ കയറി പാർട്ടി ഓഫീസ് നിന്റെ തറവാടാടാ. എന്റെ മോൻ ലോൺ ചോദിച്ചപ്പോ അവനെന്താ പറഞ്ഞ?
നിർത്ത്. അതാ പറഞ്ഞ ഇയാള് പോവാൻ ഏ, വന്നെടാ, വണ്ടി എടുത്തടാ. എന്റെ മോനെ കോളേജ് ചെറുക്കത്തിന് കാശ് വെച്ചപ്പോ നീ എന്താ പറഞ്ഞേ? ഇവിടെ നിയമയിൽ നിന്ന് ഇപ്പൊ തന്റെ അളിയൻ കഞ്ചാവ് അടിച്ച് അകത്ത് പോയപ്പോ അവിടെ ഇറക്കാൻ സംഘത്തിന് കാശിടല്ലോടാ. നോക്കണ്ട, നിന്റെ അളിയൻ തന്നെ ഒന്ന് എന്റെ അടുത്ത് വിവരം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്ന സഖാക്കള്. അപ്പൊ എടുത്തോണ്ട് പോടാ. നീ ഇറങ്ങുന്നില്ലേ? ഇല്ല. അലക്സേ, കാശടച്ചോ? ആ, അടച്ചു. എവിടെയാ അടച്ചത്? ബാങ്കിലോ അതോ ഫോറസ്റ്റ് ഓഫീസിലോ? നുണ പറയാനും പഠിച്ചല്ലേ? പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? എൻ്റെ കൂടപ്പുറപ്പായി പോയില്ലേ? കൂടപ്പിറപ്പ് ഏത് നേരം പെങ്ങളെയും കുടുംബത്തെയും കുറിച്ച് പറയാനേ നേരമുള്ളൂ. പെങ്ങളെ സ്നേഹിച്ചോ, സഹായിച്ചോ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് സ്നേഹമല്ല, ഭ്രാന്താ. കഷ്ടപ്പാടും സങ്കടമൊക്കെ നിങ്ങളുടെ പെങ്ങൾക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്കും ഉണ്ട്. അവക്കൊരു ആപത്ത് വരുമ്പോ പിന്നെ ഞാൻ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നത്? എന്ത് ആപത്ത്? അവരെല്ലാം അപകടത്തിൽപ്പെട്ടോ? അതുപോലെ രോഗം വന്ന ആശുപത്രിയിലായോ? സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കയറ്റിയ വണ്ടിയിൽ കള്ളും കഞ്ചാവും കടത്തുന്ന ഒരുത്തനെ കുടുംബത്തെ കയറ്റുമ്പോ ആലോചിക്കണായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്നാ കാര്യം? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. തെറ്റുപറ്റിയത് എനിക്കാ. എന്റെ വയ്യായിക്ക് എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ എനിക്കൊരു ജീവിതം തന്നപ്പോ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിച്ചു പോയി. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, രോഗമുള്ള നിശ്ചയം കിട്ടിയത് സ്നേഹം കൊണ്ടൊന്നുമല്ല. നീ വെറുതെ ഇല്ലാവചനം പറയല്ലേ? വായി നീ വീണാ പിന്നെ എടുക്കാൻ ഒക്കല്ല. എന്താ പറഞ്ഞാല് നിങ്ങളത് രോഗം മുതലെടുത്തു. എനിക്കെന്റെ കൊച്ചും കുടുംബജീവിതമൊക്കെ ഇച്ചാന്റെ ഔദാര്യമാണല്ലോ. അപ്പൊ പിന്നെ എന്തും ചെയ്യാം. എന്ത് ചെയ്താലും ഞാനൊരു അടിവയെ പോലെ ഇവിടെ ജീവിച്ചോളെന്ന് ഇച്ചാൻ അറിയാം. അതുകൊണ്ടല്ലേ ഉള്ള സ്വത്ത് മൊത്തം പെങ്ങൾക്ക് കൊടുത്തത്. ഉള്ള വീടും പറമ്പും അളിയെ രക്ഷിക്കാൻ ബാങ്കിന് കൊടുത്തു. വന്നവരും പോകുന്നവരും ഓരോ സഹായം ചോദിച്ച് കൈ നീട്ടുമ്പോ കയ്യിലുള്ളവർക്ക് നാട്ടുകാർക്കും കൊടുത്തു. ഇച്ചാൻ എനിക്ക് കൊച്ചിനെ എന്താ തന്നത്? പറ. ഇനി ആകെയുള്ളത് ഈ ഒരു കെട്ടുതാലിയാ. ഇതും വേണോ? എടുത്തോ. വലിയ സഖാവെന്ന് പറഞ്ഞ് നാട് നന്നാക്കാൻ നടക്കുന്നല്ലാതെ എനിക്ക് മാറി കൊടുക്കാൻ ഒരു സാരി ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന മോന്റെ സ്കൂൾ ഫീസ് ഇതുവരെ അടച്ചിട്ടില്ല. നീ ഒന്ന് ക്ഷമിക്കേ. എനിക്ക് ഇത്രയുടെ സമയം എന്താ? ഞാൻ എല്ലാം ശരിയാക്കാം. സമയം 8-10 കൊല്ലായില്ലേ? ഇത്ര സമയം പോരെ? എല്ലാം ശരിയായില്ലേ? നീ കെട്ടും കിടക്കായിട്ട് റോഡിലോട്ട് ഇറങ്ങാം, എന്നിട്ട് തെണ്ണ. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? പെങ്ങളെ മാത്രം മതിയായിരുന്നു, നീ പിന്നെ എന്തിനാ എന്നെ കെട്ടിയത്?